ആ എന്താ ഉണ്ണിമേ അറിയോ? അറിയിച്ചരാം. എവിടേക്കാ? എനിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലോത്ത പഠിപ്പുരക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവിലോ? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. വേണ്ടടോ, ഞങ്ങള് പോവാ. ഇവരുടെ കലിയിളക്കത്തിന്റെ കാര്യം മനസ്സിലാവണുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോവാൻ ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി നിങ്ങളിപ്പോ പോയിക്കോളി, പ്രശ്നമുണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവളെ ഞാൻ കാണിച്ചു കൊടുക്കണുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. കോലോ മച്ച ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ അല്ലറണ്ട. ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിന് പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തൊള അടഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിലി തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് ഭൂത കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായേ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കിട്ടിട്ട്.